പാലക്കാട് അമിത വേഗതയിൽ മദ്യപിച്ച് വാഹനമോടിച്ചത് തടഞ്ഞതിന് പോലീസുമായി തർക്കം. കസബ പോലീസ് സ്റ്റേഷൻ പരിധി മുതൽ വിവിധയിടങ്ങളിൽ പോലീസ് വാഹനം തടഞ്ഞെങ്കിലും നിർത്തിയില്ല. തുടർന്ന് ദേശീയപാതയിൽ സ്വാതി ജംഗ്ഷനിൽ വെച്ച് ആലത്തൂർ പോലീസ് വാഹനം തടഞ്ഞു. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്ത്, എങ്ങനെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്? അതിനുള്ള കാരണം എന്താണ്? നിലവിൽ അത് പരിഹരിക്കാനായിട്ടുണ്ടോ? കൊടൈക്കനാലിൽ നിന്ന് ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയായിരുന്നു ഇത്തരത്തിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇത്തരത്തിൽ കൺട്രോൾ റൂമിൽ വിളിച്ച് പറയുന്നത്. അവിടെ നിന്നാണ് പോലീസിന് നിർദ്ദേശം പോകുന്നത്. പോലീസ് അങ്ങനെ കസബ പോലീസ് വാഹനം തടഞ്ഞു. വാഹനം തടഞ്ഞപ്പോൾ വാഹനം നിർത്താതെ പോയി. പിന്നീട് വിവിധ സ്റ്റേഷൻ പരിധികളിൽ വാഹനം തടഞ്ഞെങ്കിലും കാർ നിർത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒടുവിലാണ് ആലത്തൂർ പോലീസ് സ്വാതി ജംഗ്ഷനിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി. ഇവിടെ വെച്ചാണ് ഇത്തരത്തിൽ വാഹനം തടഞ്ഞു നിർത്തിയപ്പോൾ വാക്കുതർക്കത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയത്. വാഹനത്തിൽ 2 സ്ത്രീകളും 3 പുരുഷന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ ശേഷം ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും പരിശോധനയിൽ ഈ ഡ്രൈവറായിട്ടുള്ള ആദിൽ, ആലുവ സ്വദേശിയാണ്, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അമിത വേഗതയിലാണ് വാഹനം ഓടിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സീബ്ര ക്രോസിംഗിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വേഗതയിൽ തന്നെ പോയി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതാണെങ്കിലും പോലീസ് ഇപ്പോൾ ഈ കാര്യത്തിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന്, മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ശരി അജിത്, പാലക്കാടാണ് അമിത വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചത് തടഞ്ഞതിന് പോലീസുമായി തർക്കം ഉണ്ടായിരിക്കുന്നത്.